നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിൽ ചുവരെഴുത്തുകൾ ആരംഭിച്ച് ബി.ജെ.പി. മലമ്പുഴ മണ്ഡലത്തിലാണ് ചുവരെഴുത്തുകൾ തുടങ്ങിയിരിക്കുന്നത്. മലമ്പുഴയിൽ കഴിഞ്ഞ 2 തവണയും ബി.ജെ.പി. 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഈ തവണയും സംസ്ഥാനത്ത് ബി.ജെ.പി. വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലമ്പുഴ. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്ത് പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലയിലും ബി.ജെ.പി. തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജില്ലയിൽ ഇപ്പോൾ ആദ്യമായിട്ട് മലമ്പുഴ മണ്ഡലത്തിലാണ് ബി.ജെ.പിയുടെ ചുവരെഴുത്ത് പുരോഗമിക്കുന്നത്. മലമ്പുഴയിലെ മരുത റോഡ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ബി.ജെ.പി. ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ നിരവധി മണ്ഡലങ്ങളിൽ ഇത്തവണ ബി.ജെ.പി. വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയിലാണ്. അതിൽ തന്നെ പാലക്കാടും മലമ്പുഴയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി.ജെ.പി. 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വി.എസ്. അച്യുതാനന്ദനെതിരെ പോലും മത്സരിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തുകയുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 50,000-ലേറെ വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് നേടാനായിട്ടുള്ളത്. കൂടാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുന്ന സമയത്ത് അകത്തേത്തറ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി ഏകദേശം 37 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. അധികാരത്തിലെത്തിയ അകത്തേത്തറ പഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ഈ മലമ്പുഴ മണ്ഡലത്തിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മുന്നണികൾക്ക് LDF-നും UDF-നും മുന്നേ തന്നെ ബി.ജെ.പി. NDA ഈ ഒരു ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ആരംഭിച്ച് പ്രചരണത്തിന് ഇപ്പോൾ ഈ മലമ്പുഴ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു മുന്നണികളൊന്നും ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചരണം ആരംഭിച്ചിട്ടില്ല, ചുവരെഴുത്ത് ആരംഭിച്ചില്ല, മുന്നേ തന്നെ തുടങ്ങിയിരിക്കുന്നു. ജില്ലയിൽ തന്നെ ബി.ജെ.പി. ആദ്യമായിട്ടും ചുവരെഴുത്ത് തുടക്കം കുറിക്കുന്നത് മലമ്പുഴയിൽ നിന്നാണല്ലേ? അതെ. പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മരുത റോഡ് പഞ്ചായത്തിൽ തന്നെയാണ് ചുമരെഴുത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചുമരെഴുത്തുകൾ മാത്രമല്ല, ഞങ്ങൾ എല്ലാ പ്രവർത്തനത്തിലും മരുത റോഡ് പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി 3-4 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. എന്താണ് എത്രത്തോളം പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം? ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു വേറിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. വി.എസ്. അച്യുതാനന്ദൻ 2016 മത്സരിക്കുമ്പോഴും നമ്മുടെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇവിടെ 2ാം സ്ഥാനത്ത് 46,000 വോട്ടുകൾ നേടി ഇവിടെ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അത് നേടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,200 വോട്ടുകൾ വാങ്ങിക്കൊണ്ട് നമ്മൾ ബഹുദൂരം മുന്നിലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ 75,000 വോട്ടുകൾ നേടിക്കൊണ്ട് ഇത്തവണ ഇടതുപക്ഷത്തെ മറികടന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അതിശക്തമായി വിജയിക്കുമെന്ന് ഞാൻ പറയുകയാണ്. തൊട്ടടുത്തുള്ള ഈ നിങ്ങളുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അകത്തേത്തറ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഭരണത്തിലെത്താൻ കഴിഞ്ഞത് ഉൾപ്പെടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്ന കാര്യമാണല്ലേ? അതെ. അകത്തേത്തറ പഞ്ചായത്തിൽ 36 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ആകെ 2 പഞ്ചായത്തെ ഭരിക്കുന്നുള്ളൂ. അതൊന്ന് മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. ഏതായാലും ഈ ചുവരെഴുത്ത് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വ്യാപിപ്പിച്ചതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് ഇപ്രാവശ്യം മലമ്പുഴ ഞങ്ങൾ എടുത്തിരിക്കും. അതിൻ്റെ ആ പരിപാടികളായിട്ട് ഞങ്ങൾ ചുമരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും എല്ലാ പഞ്ചായത്തിലും യാത്ര തുടങ്ങും ചെയ്യും. അതുതന്നെയാണ്. ഏതായാലും ഈ ഒരു മരുത റോഡ് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ചുവരെഴുത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുവരെഴുത്തുകളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ബി.ജെ.പി. പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഒപ്പം തൊട്ടടുത്തുള്ള പാലക്കാടും വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. പാലക്കാടും അടുത്ത ദിവസം തന്നെ ചുവരെഴുത്തുകൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി. പ്രവർത്തകർ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.